ഹലോ. അപ്പോൾ കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണുന്നത്. വളരെ ഈസി ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ച് ഹയർ ഓർഡറിൽ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആൻസേഴ്സിൽ ഒന്ന് നോക്കാം. അപ്പോൾ 71ാമത്തെ ചോദ്യം എന്ന് പറയുന്ന ആദ്യത്തെ ചോദ്യം, ഹൂ ഫോട്ട് ദി ബാറ്റിൽ ഓഫ് കൊളോച്ചൽ ഇൻ 1741 എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മാർത്താണ്ഡവർമ്മ അതേപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ളതാണ് ബാറ്റിൽ ഓഫ് കൊളോച്ചൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റെയിൻ വാട്ടർ ദാറ്റ് ഫാൾസ് ഓൺ റൂഫ് ഓഫ് ഹൗസസ് ക്യാൻ ബി എഫക്റ്റീവ്ലി കൺസർവ്ഡ് ബൈ യൂസിങ്. 4 എർത്ത് ഡാംസ് ഉണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതേപോലെ തന്നെ സ്പ്രിംഗ്ലേഴ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ സ്ട്രാറ്റജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 74ാമത്തെ ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഹാരപ്പ ദ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ഓപ്ഷൻ എ ആണ്. മോഹൻജദാരോ ഡോക്യാർഡ് ഡിസ്കവേർഡ് സൈറ്റ് ഓപ്ഷൻ സി. ലോത്തൽ ദ ലാർജസ്റ്റ് സൈറ്റ് ആണ്. കാലിബംഗൻ ഗ്രേറ്റ് ബാത്ത് ഡിസ്കവേർഡ് സൈറ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ്, ഓപ്ഷൻ എ ആണ്. ഹാരപ്പ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബോസ്റ്റൺ ടീ പാർട്ടി റിലേറ്റ് ടു വിച്ച് ഇവൻറ്റ്. അപ്പോൾ 4 റെവല്യൂഷൻ ഉണ്ട്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ട് പറയുന്നത് നമ്മുടെ കാഞ്ചൻജംഗയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, PM പോഷൻ വാസ് ഏർലിയർ നോൺ ആസ്. മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, മിഡ് ഡേ മീൽ സ്കീമിനെയാണ് നമ്മളിപ്പോൾ PM പോഷൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ജൈന്റ് സീ വേവ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ആൻ എർത്ത് ക്വേക്ക് ഓൺ ഓഷ്യൻ ഫ്ലോർ എന്താണെന്നാണ്. ഓഷ്യൻ കറൻസ് ആണോ, സുനാമി ആണോ, ടൈഡ്സ് ആണോ, സർജസ് ആണോ? ഓപ്ഷൻ ബി ആണ്, സുനാമി ആണ്. ഇനി 79ാമത്തെ ചോദ്യം, ഓൺ എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ദ ഇമേജിനറി ലൈൻസ് ദാറ്റ് ജോയിൻ പോയിന്റ്സ് ഓഫ് ഈക്വൽ ഹൈറ്റ് എബവ് സീ ലെവൽ ആർ കോൾഡ്. അതായത് ഓപ്ഷൻ ബി ആണ്, കോണ്ടോർസ് ആണ്. എന്തേ ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ നമ്മൾ ഒരേ ഹൈറ്റ് വരുന്ന ഈക്വൽ ആയിട്ട് വരുന്ന സ്ഥലങ്ങളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന അത് നമ്മൾ കോണ്ടോർ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, which of the following activity is included in the secondary sector? നമ്മുടെ രണ്ടാമത്തെ പ്രൈമറി സെക്കൻഡറി ടേഴ്സറി 3 സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഇതിലേത് ആക്ടിവിറ്റി ആണെന്നാണ് ചോദ്യം. മൈനിങ് ആണോ, കൺസ്ട്രക്ഷൻ ആണോ, ബാങ്കിങ് ആണോ, ട്രേഡ് ആണോ? ഏതാണ്? നമുക്ക് കൺസ്ട്രക്ഷൻ ആണ് ഇത് നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, which of the following is a characteristics of market economy? മാർക്കറ്റ് എക്കോണമിയുടെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. സോഷ്യൽ വെൽഫെയറിൻ്റെ, കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ് മോട്ടീവ്, സെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും, നമുക്ക് കണ്ടാൽ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a major kharif crop in ഇന്ത്യ? അതായത് ഖാരിഫ് ക്രോപ്പ് ആയിട്ടുള്ള, അതായത് ജൂൺ മുതലുള്ള കാലമാണ് ഇത് ഖാരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ഹു വാസ് ദി സുൽത്താനേറ്റ് റൂളർ ഹു ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലത്താബാദ്? ഏതാണ്? ആരാണ്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മാറ്റിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 84ാമത്തെ ക്വസ്റ്റ്യൻ, പെർമനന്റ് സെറ്റിൽമെന്റ് വാസ് വൺ ഓഫ് ദി ലാൻഡ് റവന്യൂ പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഹു വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പെർമനന്റ് സെറ്റിൽമെന്റ്? ഇത് നമ്മൾ PYQ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ലോർഡ് കോൺവാലിസ് ആണ് എന്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇറോഷണൽ ലാൻഡ് ഫോം റണ്ണിങ് വാട്ടർ ആയിട്ട് കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഇറോഷണൽ ലാൻഡ് ഫോം ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, വി ഷേപ്ഡ് വാലി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫാദർ ഓഫ് റിഫോർമേഷൻ ഇൻ സ്വിറ്റ്സർലാൻഡ്? സ്വിറ്റ്സർലാൻഡിൽ നമ്മുടെ റിഫോർമേഷൻ്റെ ഫാദർ ആരാണെന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? നമുക്ക് ഓപ്ഷൻ
ഡി ആണ്, ഉൾറിച്ച് സ്വിംഗ്ലി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? HDI വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് നോട്ട് എ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇനി 88ാമത്തെ ചോദ്യം, ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 ഈസ് റിലേറ്റഡ് ടു. 73rd എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? പഞ്ചായത്ത് രാജിനെയാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 89ാമത്തെ ക്വസ്റ്റ്യൻ, which one of the following is likely to happen along the plate margins when two tectonic plates collides? അതായത് ഏതാണ്, എങ്ങനെയാണ്, അതായത് രണ്ട് പ്ലേറ്റുകൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടെയ്ൻസ്, മടക്ക് പർവ്വതങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഐറ്റം ഓഫ് റവന്യൂ റെസിപ്റ്റ്? ഇതിൽ ഏതാണ് റവന്യൂ റെസിപ്റ്റിൻ്റെ ഐറ്റം ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്? ഓപ്ഷൻ എ ആണ്, ഡിവിഡൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസ്? ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു RBI? അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 1st, 1935 ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ സെൻട്രൽ ഓഫീസ് ഓഫ് ദി റിസർവ് ബാങ്ക് വാസ് ഷിഫ്റ്റഡ് ഫ്രം കൊൽക്കത്ത ടു മുംബൈ ഇൻ 1937. ശരിയാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ 1949. ശരിയാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെർവ്സ് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. എല്ലാം എന്താണ്, കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ വർഷിപ്പ് ഓഫ് അഹൂറ മസ്ദ ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? ഏത് റിലീജിയനുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് വൈഡ് സ്പ്രെഡ് സോയിൽ ടൈപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലുള്ള ഏറ്റവും കാണപ്പെടുന്ന സോയിൽ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, അലൂവിയൽ സോയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ? നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമുക്ക് ഓപ്ഷൻ സി ആണ്, ജുഡീഷ്യൽ റിവ്യൂ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹൂ റോട്ട് ബുക്ക് ഡിവൈൻ കോമഡി? ഡിവൈൻ കോമഡി എഴുതിയിട്ടുള്ളത് ആരാണ്? ഡാൻഡെയാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അസേഷൻ റീസണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻകറേജസ് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. റീസൺ എന്താണ്? ഇറ്റ് മിനിമൈസസ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? അതായത് അസേഷൻ കറക്റ്റാണ്, അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു മെഗാലിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ? അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സൈറ്റ് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഏതാണ് നമ്മുടെ ബറിയൽ സൈറ്റ്സ് ആണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സെർവ്ഡ് ആസ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഇൻ ഇന്ത്യ? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് ആർ നോട്ട് ഇൻവോൾവ്ഡ് in the formation of non-alignment movement? ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് സെറജാവോ ഇൻസിഡൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാസ് അപ്പോയിൻറ്റഡ് ബൈ UN ജനറൽ അസംബ്ലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, 1948. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഓപ്ഷൻ എ, കാഠ്മണ്ഡുവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ ഫ്രം വൺ റീജിയൻ ടു അനദർ? ഒരു റീജിയൻ മറ്റൊരു റീജിയനിലേക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ പറയുന്നത് ഓഷ്യൻ കറൻറ്റ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻസീസ് പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പർ കൺട്രീസ്? ആരാണ്? IMF ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നാഷണൽ ലീഡേഴ്സ് ആർ ഗിവൺ ബിലോ, വിച്ച് ഓഫ് ദം ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? നോട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. ഭഗത് സിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റിലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത
എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹാസ് ഇലക്ട്രിക്കലി ചാർജ്ഡ് അയൺസ് ഇൻ പ്ലെൻറ്റി? ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമോസ്ഫിയറിലാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ഓർഗനൈസേഷൻ കോൾഡ് സമത്വ സമാജം? സമത്വ സമാജം കൊണ്ടുവന്നിട്ടുള്ള ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ was the Kerala Education Bill introduced by the first EMS government? EMS ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് എന്നാണ് എഡ്യൂക്കേഷൻ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, 1957 കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതാണ്, ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദി വേൾഡ്? ലോകത്തെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഐലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a public sector enterprise in India? Is not a public sector enterprises in India? വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ്, HUL ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following reformer from Tamil Nadu participated in the വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള തമിഴ് സോഷ്യൽ റിഫോർമർ ആരാണെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ ആണ്, EV രാമസ്വാമിയാണ് ജോയിൻ ചെയ്തിട്ടുള്ള ആള്. അടുത്ത ക്വസ്റ്റ്യൻ, which organ of UNO function as the main deliberate and representative body? ആരാണെന്ന് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ജനറൽ അസംബ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is the longest river in the peninsular India? പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോദാവരിയാണെന്ന് നമുക്കറിയാം. അടുത്തത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ is mainly responsible for conducting election പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ തേർമൽ സോൺ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ടൊറിഡ് സോൺ ആണ് വരുന്നത്. അടുത്തത്, ദ ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ 1992 എവിടെ നിന്നാണ് നടന്നിട്ടുള്ളതിൻ്റെ ചോദ്യം. എവിടെയാണ്? റിയോ ഡി ജനീറോ ആണ്. അടുത്തത് 118ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി അമെൻമെൻറ്റ് പ്രൊസീജിയർ? ഏതാണ്? നമുക്ക് ആർട്ടിക്കിൾ എ ആണ്, ആർട്ടിക്കിൾ 368 ആണ് വരുന്നത്. ഇനി 119ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫോർമേഷൻ ബൈ യൂസിങ് സെൻസേഴ്സ് വിത്തൗട്ട് ബീയിങ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദി ഒബ്ജക്റ്റ് ഓർ ഏരിയ ഇസ് കോൾഡ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, റിമോട്ട് സെൻസിങ് ആണ്. ഇനി 0 ഡിഗ്രി ഈസ് കൺസിഡേർഡ് ആസ് ഏതാണ്? പ്രൈം മെറിഡിയൻ ആണ് നമ്മൾ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിൽ വരുന്നത്. ഇനി ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ലേണിംഗ് ഔട്ട്കം റെഫേഴ്സ് ടു? ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, വാട്ട് ലേണേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു അച്ചീവ്. അതാണ് നമ്മൾ ലേണിംഗ് ഔട്ട്കത്തിലൂടെ പറയുന്നത്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ടു ദി എയിം ആൻഡ് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ഹാർമണി, മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട് ഓൺലി, ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ലേണർ. ഏതായിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ എയിംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇതല്ല അല്ലേ, 3 എന്തായാലും വരില്ല. അപ്പോൾ 1ഉം 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഇസ് യൂസ്ഫുൾ ഫോർ അസസിങ്. എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്? വെറും ഫാക്ച്വൽ നോളജ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദി ഗിവൺ ടേബിൾ. ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏതാണ്? പ്രൊജക്ട് മെത്തേഡ് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച്. ഓപ്ഷൻ ബി എന്താണ്? ലെക്ചർ മെത്തേഡ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഡിസ്കഷൻ മെത്തേഡ് സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ ആണ്. ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ഡിസ്കഷൻ മെത്തേഡ് സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷനെ മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി സ്പൈറൽ കരിക്കുലം എംഫസൈസസ് എന്താണ്? ഇതിൽ ലീനിയർ പ്രോഗ്രഷൻ ഉണ്ട്, 1 ടൈം ലേണിംഗ് ഉണ്ട്, റിപ്പീറ്റഡ് ലേണിംഗ് വിത്ത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി, എക്സാമിനേഷൻ ഫോക്കസ്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. സ്പൈറലിൽ നമ്മൾ എന്താണ്? കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അടുത്തത്, an important advantage of pedagogical analysis എന്താണ്? reduce teaching time, ensure systematic teaching, limit student interaction, focus only on content. ഏതായിരിക്കും? ആൻസർ വരുന്നത് എൻഷ്യൂർ സിസ്റ്റമാറ്റിക് ടീച്ചിങ് എന്നുള്ളതാണ്. അടുത്തതാണ്, ദ നാഷണൽ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എംഫസൈസസ്. എന്തിനാണ് എംഫസൈസ് കൊടുക്കുന്നത്? ഓപ്ഷൻ ബി സോഷ്യൽ ഹാർമണി ആൻഡ് ഡെമോക്രസിക്കാണ് എംഫസൈസ് കൊടുക്കുന്നത്. ഇനി കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഹെൽപ്സ് ഇൻ
എന്തിനാണ് കോ കരിക്കുലർ ആക്ടിവിറ്റി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, എന്തിനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനാണ് കൊടുക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്, എന്തിനാണ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഡെവലപ്മെൻറ്റ് മെയിൻലി ബൈ പ്രൊഡ്യൂസിങ് സ്കിൽഡ് ലേബർ, പ്രിസർവിങ് കൾച്ചർ, ഡെവലപ്പിംഗ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി കാണിക്കുന്നത് ഇൻക്രീസിങ് ലിറ്ററസി റേറ്റ്. അപ്പോൾ ഏതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷനിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻ സി ആണ്, ഡെവലപ്പിംഗ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ്, എപ്പോഴാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അവരുടെ പ്രശ്നം കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഇനി എ കരിക്കുലം ദാറ്റ് ഇൻറ്റഗ്രേറ്റ് സബ്ജക്റ്റ് എറൗണ്ട് തീം ഈസ് കോൾഡ്, എന്താണ് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലമാണ് നമ്മൾ പറയുന്നത്. ഇനി an important element of teaching model is, ഏതാണ് ഓപ്ഷൻ ഡി സിൻടാക്സ് ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രാക്ടീസ് ദാറ്റ് സപ്പോർട്ട് എഫക്റ്റീവ് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ ഓപ്ഷൻ ഒന്നാമത്തത് എന്താണ്, ക്ലിയർ ഫോർമുലേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ് ആണ്. 3 ഇഗ്നോറിംഗ് ലേണർ ഡിഫറൻസസ്. നാലാമത്തത് പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇതിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് നമുക്ക് തേർഡ് എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ബാക്കി 3 എണ്ണമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കരിക്കുലം ബേസ്ഡ് ഓൺ ലേണർ നീഡ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഏതാണ്? ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള കരിക്കുലമാണ് എന്ത് ചെയ്യുന്നത്, ലേണേഴ്സിൻ്റെ നീഡ്സിനെയും എക്സ്പീരിയൻസിനൊക്കെ ഫോക്കസ് കൊടുക്കുന്നത്. അടുത്തത് നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആൻഡ് കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡിഫേഴ്സ് ഫ്രം സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡിഫേഴ്സ് ഫ്രം സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്തുകൊണ്ടാണ്? ഫോർമേറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. കാരണം സമ്മേറ്റീവ് നമ്മൾ എൻഡിൽ നടത്തുന്നതാണ്, ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്, അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ടീച്ചിങ് എംഫസൈസസ്. പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ടീച്ചിങ് എംഫസൈസ് എന്തിനാണ്? ലേണർ ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്ലാനിങ് ഇൻസ്ട്രക്ഷൻ. ഏതാണ് നമ്മൾ പ്ലാനിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കേണ്ടത്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ? ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് മെത്തേഡൊക്കെ, പിന്നെയാണ് ടീച്ചിങ്, പിന്നെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി the correlation between aims, objectives and learning experience ensure എന്താണ്? ഇതിലേതാണ്? എക്സാമിനേഷൻ സക്സസ് ആണോ, കരിക്കുലം യൂണിഫോമിറ്റി ആണോ, ടീച്ചർ ഡോമിനൻസ് ആണോ, ഇൻസ്ട്രക്ഷണൽ കൊഹറൻസ് ആണോ? ഏതാണ് ഇതിനെ കോറിലേഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ ഇൻസ്ട്രക്ഷണൽ കൊഹറൻസ് ആണ് വരുന്നത്. അടുത്തത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ പ്രൈമറിലി ഫോക്കസ് അല്ലെങ്കിൽ പ്രൈമറി എയിം സെറ്റ്. ഏതാണ്? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് പ്രൊമോഷൻ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അല്ല, എക്സാമിനേഷൻ സൂപ്പർവിഷൻ അല്ല. ഓപ്ഷൻ ബി ആണ്, സ്കിൽ അപ്ഗ്രഡേഷൻ ആൻഡ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണ്. ഇനി പ്രൊഫഷണലി കോമ്പീറ്റൻറ്റ് സോഷ്യൽ സയൻസ് ടീച്ചർ ഷുഡ് പൊസസ്. എങ്ങനെയുള്ളതായിരിക്കണേ? നമ്മുടെ ഓപ്ഷൻ ബി ആണ്, സബ്ജക്ട് മാസ്റ്ററി ആൻഡ് പെഡഗോജിക്കൽ സ്കില്ലുള്ള ആളായിരിക്കണം ഒരു പ്രൊഫഷണൽ കോമ്പീറ്റൻ്റ് ഓഫ് എ സോഷ്യൽ സയൻസ് ടീച്ചർ. ഇനി പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എ ടീച്ചർ മെയിൻലി റിലേറ്റ് ടു എന്തിനായിരിക്കണം? മോറൽ കമ്മിറ്റ്മെൻറ്റ് ടു ലേണേഴ്സ്. മോറൽ കമ്മിറ്റ്മെൻറ്റ് ടു ലേണേഴ്സ്. ഇനി അടുത്തത് ലേണിംഗ് റിസോഴ്സസ് ഇൻക്ലൂഡ് എന്തായിരിക്കണം? ടെക്സ്റ്റ് ബുക്ക് മാത്രമാണോ? അല്ല, ടീച്ചറും ചോക്ക് ബോർഡും അല്ലെങ്കിൽ എക്സാമിനേഷൻ മെറ്റീരിയൽ, ഇത് മാത്രമല്ല എന്താണ്? ഡിജിറ്റൽ, ഹ്യൂമൻ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലേണിംഗ് റിസോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് വാല്യൂ ലൈക്ക് കോപ്പറേഷൻ, ടോളറൻസ് ആൻഡ് ഈക്വാലിറ്റി ആർ ക്ലാസിഫൈഡ് ആസ്. ഏത് വാല്യൂസിലാണ് അത് വരുന്നത്? നമുക്ക് ഓപ്ഷൻ സി ആണ്, സോഷ്യൽ വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് ദ മെയിൻ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ. ദ മെയിൻ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഡയഗ്നോസ്റ്റിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും റാങ്ക് ചെയ്യാനോ പണിഷ് ചെയ്യാനോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 147ാമത്തെ ചോദ്യം, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മെയിൻലി ഡെവലപ്പ്. ഇൻക്വയറി ബേസ്ഡ് ആകുമ്പോൾ സമയത്ത് എന്താണ്? നമുക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം,
സ്റ്റേറ്റ്മെൻറ്റ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് മെത്തേഡ് എൻകറേജ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എമംഗ് സ്റ്റുഡൻസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ് ഇസ് കൺസിഡേർഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് ലേണർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. അപ്പോൾ ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് എഫക്റ്റീവ് ലേണിംഗ് സെൻറ്റേർഡ് ആണോ? അല്ല. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. ലേണർ സെൻറ്റേർഡ് മെത്തേഡ് എന്തിനാണ്? കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അതേപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്, ആദ്യത്തത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഇൻകറക്റ്റ്. അടുത്തത് ദ എഫക്റ്റീവ് ഡൊമൈൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്ലൂംസ് ടാക്സോണമിയിൽ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ്. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് റിസോഴ്സസ് ഇൻക്ലൂഡ്സ് എന്ത് വേണം? ടീച്ചർ മാത്രമാണോ, ടെക്സ്റ്റ് മാത്രമാണോ, പ്രിന്റഡ് മെറ്റീരിയൽസ് മാത്രമാണോ? ഒരിക്കലുമല്ല. ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ലേണിംഗ് റിസോഴ്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.